ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? സോ ഡിന്നറിന് സംതിങ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതി. സോ ഐ ഗോണ മേക്ക് സം അവക്കാഡോ ചപ്പാത്തീസ്. ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു 3-4 അവക്കാഡോ ഇരിപ്പുണ്ട്. ചീഞ്ഞ് പോകണ്ടെന്ന് എഴുതിയിട്ട് നമുക്കൊരു കുറച്ച് അവക്കാഡോ ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. ആൻഡ് ലെറ്റ് സി എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, വരൂ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ എയിം എന്ന് പറയുമ്പോൾ ഇന്ന് അവക്കാഡോ ചപ്പാത്തിയാണ്. അപ്പോൾ 2 അവക്കാഡോ, മീഡിയം സൈസ് അവക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരു 4 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷേക്ക് അടിച്ചാൽ പോകില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാനിത് ചപ്പാത്തിയാക്കാമെന്ന് കരുതി. പിന്നെ കുറേ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കരുതിയതാണ്. അങ്ങനെ നോക്കാമെന്ന് കരുതി. എന്തായാലും മുറിച്ചു. ചിലതിലൊക്കെ ഇങ്ങനെ ഒരു കളറുണ്ട് കേട്ടോ, പക്ഷെ അത് കേടല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്, ചപ്പാത്തിയല്ലേ പോയിക്കോളൂ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ അത് പീൽ ചെയ്ത് അതിൻ്റെ ഫ്ലഷ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് അത് മിക്സ് ചെയ്യുക, അതായത് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്യുക കേട്ടോ. പിന്നെ അവക്കാഡോ പൾപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കഴിയുമ്പോൾ തന്നെ അത് സ്മാഷ് ചെയ്ത് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട്, അതായത് ഇത്ര എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആട്ടപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ചെറിയ മയവും കൂടെ കിട്ടാൻ വേണ്ടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി. നമ്മുടെ സാധാ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ പിന്നെ അങ്ങോട്ട് കുഴയ്ക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ എനിക്കൊരു കിട്ടിയ ബെനിഫിറ്റ്, ഇതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ വെള്ളം ഒന്നും ചേർക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. ഓൾറെഡി ആ ഒരു അവക്കാഡോയിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വാട്ടർ കിട്ടിയത് കാരണം നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു ടേബിൾ ടോപ്പ്, ഞാൻ ഇവിടെ വെച്ചാൽ ചപ്പാത്തി കുഴയ്ക്കാറ് ടേബിൾ ടോപ്പിൽ, അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഞാൻ ചപ്പാത്തി കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഞാൻ അതിനകത്ത് ചേർത്തിട്ടില്ല. എല്ലാം ആ അവക്കാഡോ പൾപ്പിലൂടെ തന്നെ കുഴച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. നല്ലോണം ഒന്ന് ബലത്തോടു കൂടി തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് സംഭവം കിട്ടിക്കോളും. പിന്നെ ഞാൻ ആക്ച്വലി അത്ര പെർഫെക്ഷനിസ്റ്റ് ഒന്നും അല്ല ചപ്പാത്തി മേക്കറിൽ. എൻ്റെ റൗണ്ടുമായിട്ട് വരില്ല, കാരണം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല. ഇപ്പം ആണ് പിന്നെ പഠിച്ചു വന്നത്. പക്ഷേ ഇതിൽ ഞാൻ പെർഫെക്റ്റ് ആയെന്നാണ് എൻ്റെ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഇത് സാധാരണ നമ്മുടെ ചപ്പാത്തി പൊന്തി വരുമ്പോഴത്തേക്കിനുമാണ് സോഫ്റ്റ് ആവുകയെന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്. പക്ഷേ ഇത് ചില ചപ്പാത്തി ഒന്നും അങ്ങനെ കൊമളച്ച് വന്നിട്ടില്ല, പക്ഷേ എന്നാലും നല്ല സോഫ്റ്റായിരുന്നു. ഇട്ട് കഴിഞ്ഞാൽ ഒരു പകുതി വേവാകുമ്പം തിരിച്ചു മറിച്ചു എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബബിളായിട്ട് ഇങ്ങനെ വരും. ഫുൾക്ക മോഡലിൽ വരും. എനിക്ക് അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 മാത്രമേ അങ്ങനെ ഫുൾക്ക പോലെ വരാതിരുന്നിട്ടുള്ളൂ. പിന്നെ എല്ലാം നല്ല പൊന്തി വന്നിട്ടുണ്ട്. ചിലതൊക്കെ കരിഞ്ഞും പോയിട്ടുണ്ട്, അതിൻ്റെ ശ്രദ്ധ കുറവുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും ഓവറോൾ ഉണ്ടാക്കിയതിൽ അടിപൊളി ചപ്പാത്തി ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഡയറ്റ് കോൺഷ്യൻസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പറായിരിക്കും. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവക്കാഡോയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മുന്തി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് സൈഡായിട്ട് പരിപ്പേറിയും കൂടെ കൂട്ടിയാണ് കഴിച്ചത്. സൂപ്പറായിരുന്നു. ഒരു 10 ചപ്പാത്തിയോളം എനിക്ക് ഞങ്ങളുടെ ആ ഒരു ചെറിയ മാവിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കത് മതി 4-5 പേർക്കും കൂടെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈസിയാണ്, സൂപ്പറാണ്. അവക്കാഡോ ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചീഞ്ഞ് പോകണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.